കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നരേന്ദ്രമോദി ദില്ലിയിലിരുന്ന് രാജ്യം ഭരിക്കുമ്പോഴും ദില്ലിയിലെ പാർലമെൻറ്റ് കെട്ടിടം ഉൾപ്പെടെ നിൽക്കുന്ന ആ ദില്ലി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ്. അത് മറികടക്കുകയാണ് ഇത്തവണ ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോൾ പതിവിന് വിരുദ്ധമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ റാലികൾ നയിക്കാനെത്തുന്നു. ഒരു ഭാഗത്ത് RSS ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പയറ്റിയ അതേ തന്ത്രം ദില്ലിയിൽ പയറ്റി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പിന്നാലെ ബി.ജെ.പി മുമ്പെങ്ങും കാണാത്ത വിധം ഒത്തൊരുമയുടെ ഒറ്റക്കെട്ടായി സീറ്റ് വിഭജനത്തിൽ പോലും അസ്വാരസ്യങ്ങളില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തന മേഖലയിലേക്ക് അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കേജ്രിവാളിന് അധിക ദൂരം മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ബി.ജെ.പി കണക്ക് കൂട്ടുന്നു. ചില സർവേകളും അത്തരത്തിൽ തന്നെയാണ് കാണിക്കുന്നത്. അഴിമതി വിരുദ്ധൻ എന്ന ഒരു പ്രതിച്ഛായ ഉണ്ടാക്കി കടന്നു വന്ന കേജ്രിവാൾ ഒടുവിൽ മദ്യ കുംഭകോണം തൊട്ട് താഴെ തട്ടിലുള്ള അനവധി അഴിമതികളുടെ ഒരു കേന്ദ്രമായി ഈ ദില്ലിയിലെ ഭരണവും കേജ്രിവാളുമൊക്കെ മാറിയിരുന്നു. നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വന്നപ്പോൾ പഞ്ചാബിലടക്കമുള്ള സ്ത്രീകൾ തെരുവിലിറങ്ങി. ആ സ്ത്രീകൾ കേജ്രിവാളിൻ്റെ വീടിന് മുൻപിൽ ഇപ്പോഴും സമരം തുടരുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള അനവധി കുറവുകളുമായിട്ടാണ് ആം ആദ്മി പാർട്ടി രംഗത്ത് എത്തുന്നത്. ഒരുപക്ഷെ ഇത് ബി.ജെ.പിക്ക് ജയിച്ചു കയറുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിൽ ദില്ലിയിൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്തവണ അവരുടെ സീറ്റ് നിർണയവും ഇല്ലെങ്കിൽ സീറ്റ് വീതംവെപ്പും ഒന്നും വലിയ അസ്വാരസ്യങ്ങൾക്ക് ഇട നൽകാതെ പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും നരേന്ദ്രമോദി തന്നെ തുടക്കം മുതൽ ഇറങ്ങിക്കളിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ദില്ലി തെരഞ്ഞെടുപ്പ് മാറുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.